നമസ്കാരം സുഹൃത്തുക്കളെ. ട്രംപിന്റെ 21 പോളിസി ഫോർമുല വന്നിരിക്കുകയാണ്. ഗാസയിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട്. ഗാസയിലെ പ്രശ്നങ്ങൾ തീർക്കുമോ, അല്ലെങ്കിൽ ഹമാസ് ഇല്ലാതാകുമോ, നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ ഒന്നും രണ്ടും മൂന്നും എല്ലാ കണ്ടീഷൻസും അംഗീകരിച്ചാലും ഒരു കാരണവശാലും അവിടെ ഹമാസ് എന്നുള്ള സംഘടന ഗാസയിൽ ഒരിക്കലും ഇല്ലാതാവുകയില്ല. കാരണം അവിടുത്തെ ഓരോ വ്യക്തിയും, ഗാസയിൽ ഓരോ വ്യക്തിയും ഹമാസാണ്. രണ്ടു തരം ആൾക്കാർ മാത്രമേ ഗാസയിലുള്ളൂ. ഒന്ന് ആയുധം ഏന്തിയ ഹമാസും ആയുധമില്ലാത്ത ഹമാസുകളും. കാരണം ഒരു കാരണവശാൽ, ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് ഗാസയിൽ ഒരു തിരഞ്ഞെടുപ്പ് വെച്ചു കഴിഞ്ഞാൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഒരു സ്ഥലത്ത്, അബ്ബാസിന്റെ പാർട്ടി രണ്ടാം സ്ഥലത്ത്, ഹമാസ് ഇപ്പോഴും 90% വോട്ടുകൾ വാങ്ങി ഹമാസെ ജയിക്കുകയുള്ളൂ ഗസയിൽ. കീട ജയ്സക്കറുടെ ഞാൻ പറയാറില്ല നോവിച്ചാണില്ല, അതായത് പ്രാണികൾക്ക് തുല്യമാക്കി മാറ്റി. മൃഗങ്ങളാണെങ്കിൽ പോട്ടെ എന്ന് പറയുന്നു, അതിനും മോശമായ അവസ്ഥ. 65,000 പേരാണ് മരിച്ചു വീണിരിക്കുന്നത്. 48-ൽ 45% പ്രദേശം പലസ്തീന് കിട്ടിയതാ. പലസ്തീൻ സ്വദേശികൾ 45. 2025 ആകുമ്പോഴേക്കും ഈ 45 ചുരുങ്ങി 15 മാത്രമായി. എന്നിട്ടും ആയുധം വിട്ടുകൊടുക്കില്ല. എൻ്റെ അഭിപ്രായം ട്രംപിന്റെയും ഈ നെത്തന്യാഹുവിന്റെയും ഈ ഒരു പ്രസംഗം, അവരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ വൈറ്റ് ഹൗസ്, അതിലേക്ക് മീഡിയ വണ്ണിലെയും അജിംസിനെയും ദാവൂദിനെയും അയക്കണം. അവരും വരണം. കാരണം ഹമാസിന്റെ ഭാഗത്ത് ആരും ഇല്ല. അതാണ് മെയിൻ പ്രശ്നം. ഒരുപാട് പേര് പറയുന്നു നെത്തന്യാഹു കാല് പിടിച്ചു, കരഞ്ഞു, പിന്നെ മാപ്പ് അപേക്ഷിച്ചു. ട്രംപ് കാല് പിടിച്ചിരിക്കുകയാണ് നെത്തന്യാഹുവിനോട്. കാരണം ട്രംപിന് ഒരുപാട് ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട് മിഡിൽ ഈസ്റ്റിൽ. അദ്ദേഹത്തിന്റെ മകൻ, മരുമക്കൾ, ലോട്ട് ഓഫ് തിങ്സ് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഒന്ന് വിളിച്ച് ക്ഷമ പറയുക, എത്രയുള്ള പ്രശ്നം അവസാനിച്ചു. ഈ ഒരു സമാധാനം കൊണ്ടുവരുമോ ഈ 21 പോളിസി, അല്ലെങ്കിൽ 21 ഫോർമുല സമാധാനം കൊണ്ടുവരുമോ ഗാസ്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഹമാസ് സ്വയം ഇല്ലാതാകണം. അതല്ലാതെ ഒരു കാരണവശാലും അവിടെ ഹമാസ് അവരുടെ ആയുധങ്ങൾ താഴെ വിൽക്കില്ല. 65,000 പേരാണ് മരിച്ചിരിക്കുന്നത്. ചിന്തിച്ചു, അതിനെക്കാട്ട് ഉപരിയായിരിക്കും. അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഡിസ്പ്ലേസ്, അവർക്ക് വീടുകളില്ല. ഒരു കാരണവശാലും അറബ് ദേശങ്ങൾ, ഇവന് കേരളത്തിൽ പോലും, ഓരോ മലയാളികൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഹമാസ് പ്രേമികൾക്ക് പോലും അറിയാം ദിസ് ഇസ് എ നാടകം മാത്രമാണ് എന്ന്. നഫ്രത്ത്, അതായത് ഈ നഫ്രത്ത് എന്ന് പറഞ്ഞാൽ വെറുപ്പാണ് ഇസ്രായേലിനോട്. ഈ വെറുപ്പുള്ളിടത്തോളം കാലം ഗസയിൽ ഒരു സമാധാനം ഒരിക്കലും പുലരില്ല. ഗസയിലെ ജനങ്ങൾക്ക് വെറുപ്പാണ് ഇസ്രായേലിനോട്. ഓക്കെ, അവരൊരു സൊല്യൂഷൻ, നാളെ ടോണി ബ്ലെയർ വന്നു ആരംഭിച്ചു. അവിടെ കോടിക്കണക്കിന് 100 ബില്യൺ ഡോളറിന്റെ വികസന പദ്ധതിയാണ് ട്രംപ് ആവിഷ്കരിക്കുന്നത്. എവിടെ? ഗസയിൽ. ഒരുപാട് പേര് മീഡിയ വണ്ണിലേക്ക് ഇരുന്നുകൊണ്ട് പോയതുണ്ട്. റഷ്യ എവിടെ? ഒരു വിരൽ പോലും അനക്കിയോ ഗസയ്ക്ക് വേണ്ടി രണ്ട് മഹാരാജ്യങ്ങൾ? ട്രംപ് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, ട്രംപിന് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ട്രംപിന് എല്ലാ കാര്യവും അംഗീകരിക്കുന്നില്ല, ട്രംപിന് അജണ്ട ഉണ്ടായിരിക്കും. എന്നാൽ പോലും ഒരു സമാധാന പദ്ധതി മുന്നോട്ട് വെക്കാൻ ആരുണ്ടായിരുന്നു ഇതുവരെ? പുടിൻ വന്നോ? ഷീ ജിൻപിങ് വന്നോ? ഷീ ജിൻപിങ് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്തത് നിങ്ങളൊന്ന് പഠിക്കണം. ഇപ്പൊ ഈ ചാനൽ ഇരുന്നുകൊണ്ട് ഒരുപാട് പേര്, ചൈന നമ്മുടെ സ്വന്തം, റഷ്യ, അത് വിട്ടേക്ക്, കാര്യത്തിലേക്ക് കടന്നു വരാം. എന്താണ് മിഡിൽ ഈസ്റ്റ് ദേശങ്ങളുടെ ആവശ്യം? അവർക്ക് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം. കാരണം അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. കാരണം ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അവർക്ക് സാമ്പത്തിക ഇടപാടുകൾ ഒരുപാടാണ്. പക്ഷേ അറബ് ദേശങ്ങളിൽ പോലും ഇസ്രായേലിനെതിരായിട്ടുള്ള രോഷം അല്ലെങ്കിൽ വെറുപ്പ് പടരുകയാണ്. ഈജിപ്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈജിപ്തിലെ രാജാവ് തീരുമാനിക്കുകയാണ്, ഓക്കെ ഞാൻ പോയി സഹായിക്കാം, അല്ലെങ്കിൽ മീഡിയേറ്റ് വെക്കാം. സാധിക്കില്ല. കാരണം ഈജിപ്തിൽ മുഴുവൻ വെറുപ്പാണ്, മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ വെറുപ്പാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോവുകയാണ് അവർ. 100 ബില്യൺ ഡോളറിന് ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ ആര് മുന്നോട്ട് വരും? നിങ്ങൾ ആലോചിക്കുക, ഹമാസിനെ നിരായുധീകരിക്കാൻ സാധിക്കുമെന്ന് ഈ ചാനലിൽ ഇപ്പോൾ കേൾക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കൈവക്കുക. ഒരിക്കലും സാധിക്കില്ല. ഹമാസിനെ ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവരവിടെ തുടരും. ഗസയിലെ ഓരോ വ്യക്തിയും ഹമാസാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഒരു പെട്ടെന്നൊരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊക്കെ വെറുതെ പറയുന്നത് തൽക്കാലത്തേക്ക്, എന്താ പറയുന്ന, ഒരു അന്തരീക്ഷം തണുപ്പിക്കുക. അത് മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. കാരണം ഖത്തറിലെ ആക്രമണം, സൗദിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, UAE കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാജാക്കന്മാരുടെ കസേര ഇളകി തുടങ്ങിയിരിക്കുകയാണ്. ഒക്കെ ജനങ്ങൾക്കുള്ളിൽ തന്നെ ഒരു മുല്ലപ്പൂ വിപ്ലവം പോലെ വരാൻ സാധ്യത കാണുന്നുണ്ട്. അതിനെ തടയിടാൻ വേണ്ടി ഒരു ഫോർമുല കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഹമാസ് പ്രേമികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം.
തടയിടാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫോർമുല 21 ഫോർമുല. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാം? ഹമാസിന് അവിടെ നിന്ന് ഒരിക്കലും കളയാൻ സാധിക്കില്ല. ഹമാസിനെ നിരായുധീകരിക്കുക, 2028 PLOയ്ക്ക് അധികാരം കൊടുക്കുക, നത്തിങ് വിൽ ഹാപ്പൻ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ. അവിടെ എന്ന് പറയുന്നത് നാളെയും മറ്റന്നാൾ അവിടെ ബോംബിടുക തന്നെ ചെയ്യും. തൽക്കാലത്തേക്ക് രാജാക്കന്മാർ പറയുക, ഞങ്ങൾ ചെയ്തു, വി ഡിഡ് സംതിങ്. അവർ ശരിയാ, അവർ ചെയ്യാൻ തയ്യാറാ. 100 ബില്യന്റെ പണമാണ് അവിടെ ഇറക്കാൻ തയ്യാറായിരിക്കുന്നത്. അതിപ്പോ ഈ മർദാൻ ഷാജും പറയുന്ന പോലെ കുഴിച്ചു മൂടുക എന്ന് പറയുന്ന അസാധ്യമാണ്. ഹമാസിനെ കുറിച്ചു മൂടുക എന്ന് പറയുന്നത് ഇതൊരു 1-2 പേരല്ല. ഇതൊരു അങ്ങനെ പടർന്ന് കിടക്കുകയാണ്. ഈ പറയുന്ന അവരുടെ ഈ ഹമാസ് എന്ന് പറയുന്നത് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അവിടെ ഒരാളല്ല, 1-2 പേരല്ല. ഇറ്റ്സ് നോട്ട് ഈസി. ഞാൻ പറഞ്ഞല്ലോ, 15 എന്നുള്ളത് 10 ആയാലും 5 ആയാലും പ്രദേശം 5 ആയി ചുരുങ്ങിയാലും അവർ മുന്നോട്ട് വെക്കുന്ന ആശയം ഒരു കാരണവശാലും അവർ കൈവിടാനും പോകുന്നില്ല. ആ മധ്യപൂർവേഷ്യയിൽ ഒരു സമാധാനം, ആ പ്രദേശത്ത് ഒരു സമാധാനം വരാനും പോകുന്നില്ല. ഇനി 100 500 ബില്യൺ വരെ അവിടെ ഒഴുക്കിയാൽ പോലും അവിടെ നിന്നുകൊണ്ട് അവർ പൊരുതും. ഇസ്രായേലിനെതിരെ തിരിച്ച് അവരും പൊരുതും. ഇത് അതേപോലെ തന്നെ ഒരു ക്യാൻസർ പോലെ ഇങ്ങനെ മുന്നോട്ട് പോകും.